ഓരോ സെല്ലിലും മനുഷ്യർ അതിദാരുണമായി പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടുവെന്നും അവർ പറയുന്നു. അവിടെയുള്ളവർ വേദന കൊണ്ട് അലറിക്കരയുന്നുണ്ടായിരുന്നു, പക്ഷേ ആരും അവരെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. വെറോണിക്കയുടെ വിവരണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം നരകത്തിൽ മാർച്ചിംഗ് നടത്തുന്ന ഒരു സൈന്യത്തെ കണ്ടു എന്നതാണ്. ക്രമമായി നീങ്ങുന്ന ഭീകരരൂപികളുടെ ഒരു വലിയ പട അവിടെയുണ്ടായിരുന്നുവത്രേ. അവിടെ കണ്ട ഓരോരുത്തരുടെയും മുഖത്ത് വലിയ നിരാശയായിരുന്നു. ഇനി ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തുകടക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. അവിടെയുള്ളവർ ദാഹത്തിനായി നിലവിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ലഭിച്ചത് കൈപ്പേറിയ എന്തോ ഒന്നായിരുന്നു. നരകത്തിലെ ഭീകരരൂപികൾ തന്നെ പിടികൂടാൻ വരുമ്പോൾ വെറോണിക്ക ഭയം കൊണ്ട് നിലവിളിച്ചു. ആ നിമിഷം ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് അതിശക്തമായ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. സൂര്യനേക്കാൾ തിളക്കമുള്ളതായിരുന്നു ആ വെളിച്ചം, പക്ഷേ അത് കണ്ണിന് വേദന നൽകിയില്ല. ആ പ്രകാശത്തിനു മുന്നിൽ നരകത്തിലെ നിഴലുകൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അത് സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒന്നായിരുന്നുവെന്ന് അവർ പറയുന്നു. ഭൂമിയിൽ വെച്ച് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും തീവ്രമായ സ്നേഹമാണ് ആ പ്രകാശത്തിൽ നിന്ന് തനിക്ക് ലഭിച്ചതെന്ന് വെറോണിക്ക വിവരിക്കുന്നു. ഞാൻ സുരക്ഷിതയാണെന്ന് എനിക്ക് തോന്നി. ഭയമെല്ലാം മാറി മനസ്സ് ശാന്തമായ നിമിഷമായിരുന്നു അത്. ഒടുവിൽ അവൾ ആ വെളിച്ചത്തിനു മുന്നിൽ നിന്നു. ആ രൂപത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ അവളുടെ ആത്മാവിൽ സ്പർശിക്കുന്നത് പോലെ തോന്നി. ആ പ്രകാശത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്റെ തെറ്റുകളെല്ലാം എന്റെ മുന്നിലൂടെ കടന്നുപോയി. പക്ഷേ അവിടെ എനിക്ക് അനുഭവപ്പെട്ടത് ശിക്ഷയല്ല, മറിച്ച് വലിയൊരു കരുണയായിരുന്നു. മകളെ, ഭയപ്പെടേണ്ട, നിന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. ഭൂമിയിൽ നിനക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇല്ല, എനിക്ക് തിരിച്ചു പോകണ്ട. ഇവിടെ അനുഭവിക്കുന്ന ഈ സമാധാനം എനിക്ക് ഇനി നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അവിടെ ഭൂമിയിൽ വീണ്ടും അസുഖങ്ങളും സങ്കടങ്ങളുമാണ്. എന്നെ ഇവിടെ തന്നെ നിൽക്കാൻ അനുവദിക്കൂ. ഇല്ല, നീ തിരിച്ചു പോകണം. നീ കണ്ട ഈ സത്യങ്ങൾ ലോകത്തോട് പറയണം. മരണം ഒരു അവസാനമല്ലെന്നും സ്നേഹമാണ് എല്ലാറ്റിനും മുകളിൽ എന്നും മനുഷ്യർ അറിയട്ടെ. എന്റെ സമാധാനം നിന്നോടൊപ്പമുണ്ടാകും. ആ വാക്കുകൾ അവസാനിച്ചതും വെറോണിക്ക ഒരു ഞെട്ടലോടെ തന്റെ ശരീരത്തിലേക്ക് തിരിച്ചെത്തി. ആശുപത്രിയിലെ വെന്റിലേറ്ററിനും മരുന്നുകൾക്കും ഇടയിൽ അവൾ കണ്ണു തുറന്നു. പക്ഷേ ആ കണ്ണുകളിൽ താൻ കണ്ട സ്വർഗീയ പ്രകാശത്തിന്റെ തിളക്കം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. സ്വർഗം എന്നത് കേവലം ഒരു സ്ഥലമല്ല, മറിച്ച് ദൈവത്തിന്റെ സാമീപ്യവും അനന്തമായ സമാധാനവുമാണെന്ന് അവർ തന്റെ പ്രഭാഷണങ്ങളിൽ പറയുന്നു. നരകത്തിലെ ആഴമായ വേദനയിൽ നിന്ന് തന്നെ കരകയറ്റിയ ആ പ്രകാശമാണ് യഥാർത്ഥ സ്വർഗാനുഭവം എന്നാണ് അവരുടെ പക്ഷം. ആ പ്രകാശത്തിന്റെ സ്പർശമാണ് വെറോണിക്കയെ പിന്നീട് ഒരു പുതിയ മനുഷ്യനാക്കിയത്. വെറോണിക്ക കണ്ണു തുറന്നപ്പോൾ കണ്ടത് ഡോക്ടർമാരുടെ അത്ഭുതം നിറഞ്ഞ കണ്ണുകളാണ്.